നമ്മൾ ഗേറ്റ് ഓട്ടോമേഷൻ ആണ് പറയുന്നത്. ഇതൊരു സ്ലൈഡിംഗ് മോട്ടർ ആണ്, ഇതുപോലെ സ്വിംഗ് മോട്ടർ ഉണ്ട്. ഗേറ്റിൽ നമുക്ക് ഓട്ടോമാറ്റ് ചെയ്തിരിക്കുന്ന ഗേറ്റ് നമുക്കൊരു പെട്ടെന്ന് തള്ളി തുറക്കാനൊന്നും കഴിയില്ല, കാരണം ഒരു ലോക്ക്ഡ് ആയിരിക്കും അത്. അതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പറിന് വേണ്ടി സ്റ്റോപ്പ് ഉണ്ടാവും. ഇൻവെർട്ടറും ഡൗൺ ആയി കറണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ടീഷനിൽ നമുക്കത് മൂവ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ നമുക്കൊരു ഒരു ഇത് അൺലോക്ക് ചെയ്യാനുള്ള ഒരു കീ ഉണ്ടാവും. ആ കീ ഇട്ട് തിരിച്ചതിന് ശേഷം നമുക്കിത് മാനുവലായിട്ട് കൈകൊണ്ട് നീക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് മാനുവലായിട്ട് നീക്കില്ല, ലോക്കിൽ അവിടെ നിൽക്കും. നമ്മൾ സെൻട്രലാണെങ്കിലും അത് മോട്ടറിന്റെ ഫ്രിക്ഷനിൽ അവിടെ നിൽക്കും, നമുക്ക് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. അതായത് നമ്മളെ ഗേറ്റിന്റെ വെയിറ്റിനനുസരിച്ച് വേണം നമ്മൾ മോട്ടർ സെലക്ട് ബാക്കിയെല്ലാം സെലക്ട് ചെയ്യാം. എത്ര വെയിറ്റ് ഉള്ള മോട്ടർ വേണം, നമ്മളിപ്പോൾ 500 കിലോഗ്രാം 700 800 കിലോഗ്രാം സെയിം അതിനുണ്ട്. അതുപോലെ വാക്കിന്റെ ക്വാളിറ്റി ഉണ്ട്. അപ്പൊ നമ്മളെപ്പോഴും കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻസ് ആണ് ഗേറ്റിൽ ചെയ്യേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വെറുതെ ആണ്. നമുക്കിതൊന്ന് മാനുവൽ ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഗേറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വീടിനകത്ത് നമ്മൾ അതിലേക്ക് സ്വിച്ച് കണക്ട് ചെയ്യുന്നത്, ബെൽ സ്വിച്ച് ആയിരിക്കും കണക്ട് ചെയ്യാം. സ്ലൈഡിംഗ് ഗേറ്റിന്റെ സ്വിച്ച് ആണിത്. നമ്മൾ വീടിനകത്ത് സ്ലൈഡിംഗ് ഗേറ്റിന്റെ സ്വിച്ച് വെച്ചാൽ സിംഗിൾ പ്രസ് ചെയ്യാം, നമ്മുടെ ഗേറ്റ് അപ്പോൾ ഓപ്പൺ ആവും. ഓക്കെ, അപ്പൊ സ്ലൈഡിംഗ് ഗേറ്റിന്റെ ഒരു ഓപ്പറേഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. ഇതിപ്പോ നമ്മൾ മാനുവലി സ്വിച്ച് വെച്ച് ചെയ്ത പോലെ തന്നെ നമുക്ക് നമ്മുടെ റിമോട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ ഫോണിലെ മൊബൈൽ ആപ്പ് വഴി നമുക്ക് കൺട്രോൾ പോസിബിൾ ആണ്. ഇനി നമുക്ക് സ്വിംഗ് ഗേറ്റ് കൊണ്ടൊന്ന് കാണാൻ കഴിയും. സ്വിംഗ് ഗേറ്റിന്റെ അടുത്ത ബട്ടൺ നമ്മൾ സിംഗിൾ പ്രസ് ചെയ്യുമ്പോൾ സ്വിംഗ് ഗേറ്റ് അതുപോലെ തന്നെ ഓപ്പൺ ആവും. ഇതാണ് നമ്മൾ റോളർ മോട്ടർ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്വിംഗ് ഗേറ്റിന്റെ മോഡലാണ്. നമുക്ക് ഓട്ടോമാറ്റിക് ഗേറ്റ്സിന്റെ ഇപ്പൊ ഏകദേശം നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞു. നമുക്ക് മാനുവൽ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് പവർ ഫെയിലിയർ ഉള്ള സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള ഓപ്ഷൻ നമ്മൾ കണ്ടു. നമുക്ക് റിമോട്ട് ഗേറ്റിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. മൊബൈൽ ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും.